ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ സ്കോളർ അക്കാഡമി. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾ. എന്താണ് ആർട്ടിക്കിൾസ്? എ ആൻഡ് ദ ആർ ആർട്ടിക്കിൾസ്. അതായത് എയിനെയും ആനിനെയും ദായിനെയുമാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് പറയാറുള്ളത്. There are two types of articles, definite article and indefinite article. അതായത് ആർട്ടിക്കിൾ രണ്ട് തരമാണ്, ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. ഏതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ? എ ആൻഡ് ആൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. എയും ആനുമാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ദ ഈസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദയാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. The indefinite article A is used before a consonant sound and an is used before a vowel sound. അതായത് എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വ്യഞ്ജന ശബ്ദത്തിൽ തുടങ്ങുന്ന നാമങ്ങളുടെ മുമ്പിലും ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ സ്വരശബ്ദത്തിൽ തുടങ്ങുന്ന നൗണുകളുടെ മുമ്പിലുമാണ് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണത്തിന് എ ബുക്ക്, എ പെൻ, എ കാർ, എ ബാഗ്, എ യൂറോപ്യൻ, a university, an orange, an apple, an umbrella, an hour, an air, etc. ഇനി ഏതെല്ലാം സാഹചര്യത്തിലാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി, ഒരു നൗണിനെ ആദ്യമായി പരാമർശിക്കുമ്പോൾ ആ നാമത്തിന്റെ മുമ്പിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ വെൻ ഇറ്റ് ഈസ് മെൻഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ഫോർ എക്സാമ്പിൾ, ഐ നീഡ് എ ഹൗസ്, ഷീ ബോട്ട് ആൻ ഐസ്ക്രീം. Number 2, before a singular countable noun which represents a class or a species. അതായത് ഒരു നാമം കൊണ്ട് ആ വർഗത്തെ മൊത്തം പരാമർശിക്കുമ്പോൾ അത്തരം നാമങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, എ കൗ ഈസ് എ ഡൊമസ്റ്റിക് എനിമൽ, ആൻ എലഫന്റ് ഈസ് എ ബിഗ് എനിമൽ. Number 3, in expression of price, speed, etc. For example, 4 times a day, 10 rupees a kilo. Number 4, in exclamations before singular countable noun. അതായത് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ സിംഗുലർ കൗണ്ടബിൾ നൗണുകളുടെ മുമ്പിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, വാട്ട് എ പ്രറ്റി ഗേൾ. മിസ്റ്റർ, മിസിസ്, മിസ് എന്നീ വാക്കുകളുടെ കൂടെ ഒരു സർനെയിം വരികയാണെങ്കിൽ അവയുടെ മുൻപിലായി എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എക്സാമ്പിൾ, എ മിസ്റ്റർ കമ്മത്ത്, എ മിസ്റ്റർ റെഡി, എ മിസ്റ്റർ റാവു. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത സന്ദർഭം ഏതെന്ന് നോക്കാം. ഒന്നാമതായി, പ്ലൂറൽ നൗണുകളുടെ മുമ്പിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ബിഫോർ പ്ലൂറൽ നൗൺ. ഫോർ എക്സാമ്പിൾ, ഡോഗ്സ് ആർ ബെറ്റർ പെറ്റ്സ് ദാൻ കാറ്റ്സ്. Number 2, ബിഫോർ അൺകൗണ്ടബിൾ നൗൺ. അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നൗണുകൾ, അൺകൗണ്ടബിൾ നൗണുകൾ, ഇവയുടെ കൂടെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് വാണ്ട് ഹെൽപ്പ്. Number 3, ബിഫോർ ദ നെയിം ഓഫ് മീൽസ്. പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ പേരിന്റെ മുമ്പിൽ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ലഞ്ച് അറ്റ് 1 PM. എന്നാൽ ഭക്ഷണപദാർത്ഥങ്ങളുടെ പേരിന്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ദിസ് മോർണിംഗ് ഐ ഹാഡ് എ ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തതായി, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എവിടെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബിഫോർ നൗൺ ഡിനോട്ടിംഗ് യുണീക് ഓബ്ജക്ട്സ് ഓഫ് ഫിനോമിന. അതായത് അതുല്യമായ വസ്തുക്കളുടെ, തുലനം ചെയ്യാൻ പറ്റാത്ത വസ്തുക്കളുടെ പേരിന് മുമ്പിലും പ്രതിഭാസങ്ങളുടെ പേരിന് മുമ്പിലും നമ്മൾ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ദ എർത്ത്, the sky,
the horizon, the equator, etc. Before a noun representing a class or a species, ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഒരു നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നൗണുകളുടെ മുമ്പിൽ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ ലയൺ ഈസ് എ ഫെറോഷ്യസ് എനിമൽ. നമ്പർ 3, ബിഫോർ എ നൗൺ വെൻ ഇറ്റ് ഈസ് റിപ്പീറ്റഡ്. ഒരു നൗൺ വീണ്ടും ആവർത്തിക്കുമ്പോൾ ആ നൗണിന്റെ മുമ്പിൽ നമ്മൾ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ബോട്ട് എ പെൻ. ദ പെൻ റൈറ്റ്സ് വെൽ. ബിഫോർ എ നൗൺ മേഡ് ഡെഫിനിറ്റ് ബൈ ആഡിങ് എ ഫ്രേസ് ഓർ ക്ലോസ്. അതായത് ഒരു നൗണിനെ പിന്തുടർന്നുകൊണ്ട് ഒരു ഫ്രേസോ ക്ലോസോ വരികയാണെങ്കിൽ അത്തരം നൗണുകളുടെ മുമ്പിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ ചേർക്കണം. ഫോർ എക്സാമ്പിൾ, ദ മാൻ ഇൻ ബ്ലൂ ഷർട്ട്. നമ്പർ 5, ബിഫോർ ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ദ ചേർക്കുന്നു. എക്സാമ്പിൾ, ഹി ഈസ് ദ ടോളസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദ ക്ലാസ്. Number 6, before names of island groups and mountain ranges. For example, the Himalayas, the West Indies, the Andamans, etc. Number 7, before names of seas, canals, straits, gulfs, ocean, etc. For example, the Arabian Sea, the Ganga, the Atlantic Ocean, the Suez Canal, etc. Rate, before name of ship, train, desert, and hotel. For example, the Titanic, the Rajdhani Express, the Taj, etc. Number 9, before name of countries made up of smaller parts or units. അതായത് ചെറിയ ചെറിയ യൂണിറ്റുകൾ കൊണ്ട്, പാർട്ടുകൾ കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പേരിന്റെ മുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ USSR, ദ യുണൈറ്റഡ് കിങ്ഡം, എക്സെട്ര. Before the names of holy books and famous epics. For example, the Mahabharata, the Ramayana, the Iliad, the Bible, the Quran. Number 11, before the names of newspaper and periodicals. For example, the Statesman, the Hindu, the Indian Express, the Illustrated Weekly. Number 12, before name of government departments and banks. For example, the Education Department, the Corporation Bank, the Union Bank, etc. Number 13, before an adjective to mean a plural noun. അതായത് ഒരു അഡ്ജക്റ്റീവ് കൊണ്ട് ഒരു ബഹുവചന നാമത്തെ സൂചിപ്പിക്കുമ്പം ആ അഡ്ജക്റ്റീവിന്റെ മുമ്പിൽ ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ റിച്ച്. The rich means the rich people. Before nouns combined with and referring to two different persons. For example, the poet and the dramatist visited our college. Number 15, before words like first, second, last, next, etc. For example, the last line of the poem is very attractive. Number 16, before nouns referring to the people of a country. For example, the French, the English, etc.
അടുത്തതായി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിക്കാത്ത സന്ദർഭങ്ങൾ ഏതെന്ന് നോക്കാം. ഒന്ന്, ബിഫോർ ദ നെയിം ഓഫ് കൺട്രീസ് ആൻഡ് പ്ലേസസ്. രാജ്യങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരിന്റെ മുമ്പിൽ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ, ചൈന, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, എക്സെട്ര. 2. Before abstract nouns. For example, men fear death. Number 3. Before names of ordinary meals. For example, I have breakfast at 8 a.m. Number 4. Before the names of games. For example, they play cricket. Number 5. Before the word man used to represent the human race. For example, man is a rational animal. Before names of language. For example, I speak English. എന്നാൽ ഭാഷയുടെ പേരിന്റെ കൂടെ ലാംഗ്വേജ് എന്ന് പറയുന്ന വാക്കുകൂടി ഉപയോഗിച്ചാൽ ദ ചേർക്കണം. ഫോർ എക്സാമ്പിൾ, ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ദ മലയാളം ലാംഗ്വേജ്, എക്സെട്ര. നമ്പർ 7. Before names of substances when they are used in general sense. For example, gold is a precious metal. 8. Before institutions named after persons or places. For example, Koya's Hospital, University, man, bed, church, school, college, university, prison, court എന്നീ പദങ്ങൾ അവയുടെ പ്രൈമറി പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ കൂടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല. ഫോർ എക്സാമ്പിൾ, ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്. എന്നാൽ ഇപ്പറഞ്ഞ വാക്കുകൾ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവയുടെ കൂടെ ദ ചേർക്കണം. ഫോർ എക്സാമ്പിൾ, ഹി വെന്റ് ടു ദ സ്കൂൾ ടു മീറ്റ് ദ ഹെഡ് മാസ്റ്റർ. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.